പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുതുയുഗ യാത്രയ്ക്ക് കുറ്റ്യാടിയിൽ വെച്ച് നൽകിയ സ്വീകരണ വേദിയിലെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. തന്നെ പ്രസംഗിക്കാൻ വിളിച്ച DCC സെക്രട്ടറിയെ ഷാഫി പറമ്പിൽ തടയുന്ന വീഡിയോയാണ് വൈറലായത്. പ്രസംഗിക്കാൻ വിളിക്കാത്തതിന് ഷാഫി കയർത്തു എന്നും പ്രചാരണം വ്യാപകമാണ്. പക്ഷേ സംഘാടകരുടെ വിശദീകരണം മറ്റൊന്നാണ്. സമയക്കുറവ് മൂലം ഷാഫിയുടെ പ്രസംഗം ഒഴിവാക്കിയിരുന്നു. എന്നാൽ അണികൾ ഷാഫിക്കായി ആർത്തു വിളിച്ചു. പ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വാചകം മാത്രം ഷാഫി പ്രസംഗിച്ചു എന്നാണ് വിശദീകരണം. സത്യത്തിൽ എന്താണ് കുറ്റ്യാടിയിലെ പുതുയുഗ യാത്രാ വേദിയിൽ സംഭവിച്ചത്? പുതുയുഗ യാത്ര കുറ്റ്യാടിയിലെത്തിയപ്പോൾ സ്റ്റേജിലുണ്ടായ ഉന്തുന്തളും നേതാക്കൾ തമ്മിലുണ്ടായ പിടിവലിയും ഒക്കെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ വേറെ വിശദീകരിക്കുന്നില്ല, ദൃശ്യങ്ങൾ കാണാം. പുതുയുഗ യാത്രയുടെ തുടക്കം തന്നെ കെ സുധാകരൻ വേദി വിട്ടു പോയത് കല്ലുകുടിയായിരുന്നു. KC വേണുഗോപാൽ പേര് വിളിക്കാൻ വൈകിയതും തനിക്ക് ഹാരമണിയിക്കാത്തതുമായിരുന്നു കെ സുധാകരനെ അന്ന് ചൊടിപ്പിച്ചത്. അതുകൂടി കാണാം. ഞങ്ങള് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തലയിൽ തൊട്ട് സത്യം ചെയ്ത് ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിൽ നടത്താൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുമെന്ന തീരുമാനവുമായിട്ടായിരുന്നു. മനീഷ്, ഇത് വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന യാത്രയാണ് പുതുയുഗ യാത്ര. കോഴിക്കോട് വരെ എത്തി. വളരെ ടൈറ്റ് ഷെഡ്യൂളിലാണ് ഇത് പോകുന്നത്. കോഴിക്കോട് മൊത്തം സഞ്ചരിക്കാൻ ആകെ 2 ദിവസമേ ഉള്ളൂ. അതിനിടയ്ക്ക് എല്ലായിടത്തും ഓടിയെത്തണം. അപ്പോൾ അതിനിടയ്ക്ക് സംഭവിച്ചത് സ്വാഭാവികമായി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വേദിയിൽ ഇടി കണ്ടു, അല്ലെങ്കിൽ ആൾക്കൂട്ടം വന്നു എന്നൊക്കെ പറയുന്നത് വേദിയിൽ സാധാരണ സദസ്സിലുള്ളതിനൊപ്പം തന്നെ ആളുകൾ വേദിയിൽ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. ആ നിലയ്ക്ക് ഇതിനെ നോക്കിക്കാണോ മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ല, മറ്റു പ്രത്യേകതയൊന്നുമില്ല. ഇത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. അതായത് ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം കൂടെ വന്നിട്ടുണ്ട്. കുറ്റ്യാടിയിലെ സംഭവം CPM സൈബർ ഇടങ്ങളിൽ വലിയ ആഘോഷമായി മാറ്റുന്നു. കുറ്റ്യാടിയിലൊരു സംഭവം നടക്കും, അത് തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണുമ്പോൾ ആകും. കുറ്റ്യാടിയിലെ ചെറിയ സംഭവം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച് തള്ളിമറിക്കാൻ CPMന് എന്ത് പറ്റി? CPMൻ്റെ വികസന മുന്നേറ്റ ജാഥയുടെ ദൃശ്യങ്ങളിൽ നേതാക്കൾ സംസാരിക്കുമ്പോൾ ആളുകൾ ഒഴിഞ്ഞു പോകുന്നതാണ് കാണുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്രയിൽ ഇത്രയും ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ പുതുയുഗം സാധ്യമാണ് എന്നതാണ് ഷാഫിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം അത് വ്യക്തമാണ്. ഇതിനകത്ത് നല്ല ട്രോളുണ്ട്, അത് അദ്ദേഹം തന്നെ പറയണ്ടല്ലോ. നല്ല ട്രോൾ വന്നു, നല്ല രസകരമായിട്ടുള്ള ട്രോൾ വന്നു. പുതുഗള യാത്ര എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഏതോ ഒരു സിനിമയിൽ ജഗതിയെ മറ്റോ ഇങ്ങനെ പിടിക്കുന്നതായിട്ട് ഒരു പടം. AM ആരിഫിട്ടത് കണ്ടത് മറ്റെന്തോ ഒരു ട്രോള്. അങ്ങനെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും MLA മാരും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ആഘോഷമായിട്ട് ട്രോളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ഹർഷം വലിയ ഗൗരവമായിട്ട് കാര്യം പറയേണ്ടതില്ലല്ലോ. ഇതിപ്പോൾ ഹർഷം പറഞ്ഞ അത്രേ ഇത് നടന്നിട്ടുള്ളൂ. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ 2ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 3ാം പിണറായി സർക്കാർ വരുന്നതാണല്ലോ CPMകാരൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ വരില്ല എന്ന് പറയാൻ നമ്മുടെ കൈവശമൊന്നുമില്ല. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊരു തോന്നൽ കേരളത്തിലാകെ തന്നെയുണ്ട്. പക്ഷേ CPMൻ്റെ 2ാം സർക്കാർ കഴിഞ്ഞ് 3ാം സർക്കാർ UDFൻ്റെ സർക്കാരായിരിക്കും വരിക. UDF ഭരണത്തിലേക്ക് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്ന വരികയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇതുപോലത്തെ സംഭവങ്ങളായിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ 10 കൊല്ലമായിട്ട് ഇമാതിരി പരിപാടിയെ കാണാനില്ല. അതായത് ഇത് വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ എഴുന്നേറ്റിരിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയത്ത് സ്വാഗതക്കാരൻ സ്വാഗതം പറയുന്നു, അധ്യക്ഷക്കാരൻ 2 പേര് പറഞ്ഞ് മാറുന്നു, പിണറായി വിജയൻ വരുന്നു, അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള പ്രസംഗിക്കുന്നു, പോകുന്നു. വളരെ വെടുപ്പായിട്ടും ചിട്ടയായിട്ടും കാര്യങ്ങളിങ്ങനെ അച്ചടി വടവിൽ ഇങ്ങനെ നടക്കുകയാണ്. 10 വർഷമായിട്ട് ഇതാണ് ഭരണപക്ഷത്തിൻ്റെ സ്ഥിതി. ഈ പ്രതിപക്ഷമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല ഇങ്ങനെ പരിപാടി നടത്തും, അല്ലാതെ അവർ ഉൾവലിഞ്ഞ് നിൽക്കുകയാണല്ലോ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ TV ചാനലിലെ ചർച്ചകളിൽ മാത്രമാണ്, അല്ലാണ്ട് വലിയ പരിപാടികൾ UDF നടത്തില്ല. അപ്പോൾ 10 വർഷമായിട്ട് ഇത്തരം സംഗതികളൊന്നും കാണാത്ത ആളുകളുടെ മുമ്പിലേക്ക് വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള ഭയങ്കര സന്തോഷം തരുന്ന ഇത്തരം ട്രോളൊക്കെ ആകാവുന്ന നല്ല രസകരമായ കാര്യങ്ങൾ വരികയാണ്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് ചിരിക്കാതെ ആർക്ക് കാണാൻ പറ്റില്ല. ഷാഫി പറമ്പിൽ വരുന്നു, അപ്പോൾ ഒരാളുടെ കഴുത്തിലേക്ക് ഇങ്ങനെ പിടി വരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അങ്ങോട്ട് വീണു എന്നാണ് പറയുന്നത്. ആ സ്റ്റേജ് മുഴുവൻ ആളാണ് വീണത്. കുറേ ആളുകൾ ഷാഫി ചേട്ടൻ പ്രസംഗിക്കണം എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഷാഫി ചേട്ടൻ വിളിക്കുമ്പോഴേക്ക് ഷാഫി ചേട്ടൻ ഞാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. VD സതീശനെതിരെ വന്നിട്ട് ഒരല്പം കനത്ത മുഖമായിട്ട് ഒന്ന് പ്രസംഗിക്കുന്നു. അപ്പോൾ ഇത് സത്യത്തിൽ CPMൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നൊരു കാര്യമല്ല. CPM ഭരിക്കുമ്പോഴാണെങ്കിൽ ഇവർ ഇതുപോലത്തെ പരിപാടി നടത്തുകയില്ല. അപ്പോൾ അതുകൊണ്ട് 10 കൊല്ലമായിട്ട് കേരളത്തിന് മിസ്സായിരിക്കുന്ന ഒരു സംഗതി ഇത് ഇത്രമാത്രം ഡ്രമാറ്റിക്കും കളർഫുള്ളും ആണ് എന്ന് ജനത്തിന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇവരാണ് ഞങ്ങൾക്ക് ഭരിക്കാനായിട്ട് വേണ്ടത്. ഇനിയുള്ളൊരു 5 വർഷം ഈ 10 കൊല്ലത്തെ ഒരു ഡ്രൈ ആയിട്ടുള്ള സാഹചര്യം മാറിയിട്ട് നല്ല രസകരമായിട്ട് ഇത്തരം സന്ദർഭങ്ങൾ വരട്ടെ എന്ന് കരുതിയിട്ട് ജനം ആഞ്ഞ് വോട്ട് ചെയ്തിട്ട് UDFനെ ഭരണത്തിലെത്തിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കുഴപ്പമില്ല, ഇറക്കേണ്ടില്ലാത്ത ഒരു ആലോചനയാണ് ഇതിനകത്ത്. എനിക്ക് ഈ പറഞ്ഞത് ഇതിൻ്റെ ഒരു രസം
അത് തന്നെയാണ് എനിക്കും തോന്നിയത്. അത് കെ സുധാകരൻ ഇറങ്ങിപ്പോയ സമയത്ത് തന്നെ എനിക്ക് തോന്നിയിരുന്നു. കാരണം അത്രയും വലിയ തിരക്കിനിടയിൽ അദ്ദേഹം വേദിയിൽ നിന്ന് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തെയൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം ആ സ്റ്റേജിൽ നിന്ന് എങ്ങനെയോ തത്രപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാഴ്ചയാണ് ആദ്യം വന്നത്. പക്ഷേ അത് കഴിഞ്ഞ് വെച്ചാൽ പരിപാടി നന്നായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലൊക്കെ വന്നു. അദ്ദേഹം എങ്ങനെയാണ് വി ഡി സതീശൻ ഈ ചോദ്യങ്ങളെ നേരിടുന്നത്, എങ്ങനെയാണ് ഈ പ്രസംഗങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് നേതാക്കന്മാരുടെ, ഇതൊക്കെ നമ്മൾ കൗതുകത്തോടെ നിരീക്ഷിക്കാവുന്നതാണ്. ഓരോ പ്രദേശത്ത് എന്തെങ്കിലും പുതിയ പോയിന്റ് വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾക്കിങ്ങനെ രസകരമായി നിരീക്ഷിച്ചു വരുമ്പോഴാണ് കോഴിക്കോട് ഇത് സംഭവിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാനത് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരു ഓഡിയോ ഉണ്ട്. അതായത് നമ്മൾ കാണുന്നത് അവിടെ ഇങ്ങനെ വലിയ ആവേശത്തോടെ വി ഡി സതീശൻ വരുന്നു, മാലയിടുന്നു, മാല പിന്നെ ആളുകൾക്കിടയിലേക്ക് ഒരാൾ എറിഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന പ്രദീപ് കക്കട്ട് വന്നിട്ട് വി ഡി സതീശനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ തൊട്ടു പിന്നിൽ ഷാഫി പറമ്പിൽ നിൽപ്പുണ്ട്. വി ഡി സതീശനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഓഡിയോ നമുക്ക് കേൾക്കാം. അതായത് ക്ഷണിച്ചു വി ഡി സതീശൻ വരുമ്പോൾ അവിടെ ആകെ തിക്കുമുട്ടലാണ്. ഒരാളെ പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഒന്ന് പ്രസംഗിക്കാൻ അനുവദിക്കുക എന്നുള്ളതിനപ്പുറത്ത് അവിടെ കിടന്ന് ആകെ ഉരുട്ടിപ്പിടുത്തം നടക്കുമ്പോൾ അപ്പോൾ ഷാഫി പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ടാണോ പിന്നെ എന്നെ വിളിക്കുക എന്ന്. ഷാഫി പറയുന്ന ഓഡിയോ ക്ലിയറാണ്. അത് നമ്മളുടെ ഈ ഇതിനകത്തെല്ലാം ശ്രദ്ധിച്ചാൽ അത് കേൾക്കാം. അപ്പോൾ ഷാഫി അത് പറഞ്ഞു. അതിനുശേഷം അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ തർക്കിക്കുന്നു. അക്ബർ കക്കട്ടിൽ സോറി പേര് വരുന്നത് പ്രദീപ് കക്കട്ടിൽ ആകെ വിഷണ്ണനാവുന്നു. അദ്ദേഹത്തോട് അവിടെ നിന്ന് പുറകെ നിന്നിട്ട് ഷാഫി കയർക്കുന്നു. നമ്മുടെ വിഷ്വലിൽ അതെല്ലാം ക്ലിയറാണ്. അപ്പോൾ അങ്ങനെ കയർക്കുന്നുണ്ട്. അവർക്കൊരു തർക്കം നടക്കുന്നു. അത് അവർക്ക് അവർ വിശദീകരിച്ചതുപോലെ ആവാം വേണമെങ്കിൽ. കാരണം സമയം തെറ്റി വരുന്ന ഒരു ജാഥ, ആ ജാഥ എവിടേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ 1.5 മണിക്കൂർ വൈകി വരുന്നു. അവിടെ വി ഡി സതീശനൊപ്പമാണ് ഷാഫി പറമ്പിൽ വരുന്നത്. അപ്പോൾ ജാഥ ക്യാപ്റ്റൻ എത്തിക്കഴിഞ്ഞാൽ ജാഥ ക്യാപ്റ്റൻ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു പൊതുരീതി. ജാഥകളിൽ അത് ഏത് പാർട്ടിയിൽ എടുത്തു നോക്കിയാലും പൊതുരീതി ജാഥ ക്യാപ്റ്റൻ എത്തിയാൽ പിന്നെ അപ്പം സംസാരിക്കുന്നയാൾ ജാഥ ക്യാപ്റ്റനെ അല്പം പുകഴ്ത്തിയതിന് ശേഷം ജാഥ ക്യാപ്റ്റനിന് കൈമാറുന്നു എന്നുള്ളതാണ് ഒരു രീതിയെങ്കിൽ, ഇവിടെ ഷാഫിയെ അതിന് മുമ്പ് ക്ഷണിക്കാം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അവിടെ ആളുകൾ അത് ആവശ്യപ്പെടുന്നുമുണ്ട്. ഷാഫിയുടെ ഒരു മേഖലയാണ് കോഴിക്കോട്ടെ രാഷ്ട്രീയത്തിൽ, ആ മേഖലയിൽ ഷാഫി ഹീറോയായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപ്പോൾ അവിടെ ഷാഫിയെ ക്ഷണിക്കും എന്ന് കരുതുകയും ഷാഫിയും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ ഇത് കഴിഞ്ഞിട്ടാണോ വിളിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവുന്നത്. അവിടെ ഒരു തർക്കം ഉണ്ടാകുന്നത് അതുകൊണ്ടല്ല. അല്ലെങ്കിൽ പിന്നെ അവിടെ തർക്കത്തിൻ്റെ ആവശ്യമില്ല. അതായത് സതീശൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. ആ തർക്കം എന്തിനാണ് എന്നുള്ളത് ഇവർ തന്നെ വിശദീകരിക്കണം. ആ സമയത്ത് ഷാഫിയെ വിളിച്ചിട്ടില്ല. പിന്നെ സതീശൻ പ്രസംഗിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം ഈ തർക്കത്തിലാകെ ഖിന്നനായ, ഈ വഴക്ക് കേൾക്കേണ്ടി വന്നതിലാകെ സങ്കടപ്പെട്ട പ്രദീപ് എന്നാൽ ഞാൻ വിളിക്കും എന്നുള്ള ഒരു ആവേശത്തിൽ, അപ്പോൾ ഷാഫി സ്വാഭാവികമായിട്ട് തടയുന്നു. ഇനി വിളിക്കണ്ട എന്ന് ഷാഫി തടയുന്നുണ്ട്. പക്ഷേ വിളിക്കും എന്ന് വെച്ചാൽ വിളിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമാണല്ലോ. കാരണം അവിടുത്തെ MP ഇത്രയും ആളുകൾ ആവേശത്തോടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അയാൾ വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാണല്ലോ എന്നുള്ളതുകൊണ്ട് ചാടിക്കയറി വിളിക്കാൻ വിളിക്കുന്നു. അദ്ദേഹം വന്ന് ഒറ്റ വരിയിൽ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുന്നു. പക്ഷേ ഈ സമയത്ത് എല്ലാം ഞാൻ ഏറ്റവും രസകരമായി കണ്ടത്, നമ്മൾ കാണേണ്ടത് ഒരു മുനി തുല്യനായി വി ഡി സതീശൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതാണ്. നിർമ്മമനായി ഈ സംഗതിയിൽ ഒരു തരത്തിലും ഇടപെടാതെ അത് അദ്ദേഹം ഇങ്ങനെ ഡീൽ ചെയ്യുന്നത് കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു. അത് അങ്ങനെ തന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകാനാണ് സാധ്യത. ഇനിയിപ്പോൾ ഇതൊരു വലിയ വിഷയമായി വളരുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്നതാണ്. ഇപ്പം ഷാഫിയുടെ ഒരു വിശദീകരണത്തിൽ ഇത് അവസാനിപ്പിക്കാനാണ്. അല്ല, അതിനകത്ത് ഒരു കാര്യം ഹർഷ, അതായത് പ്രത്യേകമായിട്ട് പറയേണ്ട, അതിനകത്തുകൂടെ തന്നെ ഷാഫി പറഞ്ഞ ആ കാര്യം രാഷ്ട്രീയമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. കുറ്റിയാടി ഞങ്ങൾ പിടിക്കും എന്നുള്ളത്, അതായത് കഴിഞ്ഞ് അതായത് കുറ്റ്യാടി അങ്ങനെ പിടിക്കാൻ എളുപ്പമുള്ള സ്ഥലമല്ല. അല്ല, കുറ്റ്യാടി എന്ന് വെച്ചാൽ അതാണ്, കുറ്റ്യാടി ആയതുകൊണ്ട് അത് ഞങ്ങൾ പിടിക്കും എന്ന് പറയാനാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രസംഗിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആ പോയിന്റിനെയായിരുന്നു എലാബറേറ്റ് ചെയ്ത് സംസാരിക്കുക. അപ്പോൾ അതിലൊരു ആ പോയിന്റ് അദ്ദേഹം മുന്നോട്ട്. ഇതിനകത്ത് ഒരു കാര്യമുണ്ട് സനീഷ്, ഇതിപ്പോൾ പണ്ട് ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കൺമുന്നിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനെയും ശരത്ചന്ദ്ര പ്രസാദിനെയും ഒക്കെ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ മുണ്ട് പറിച്ച് അടിക്കുകയാണല്ലോ. മുമ്പ് വലിച്ചു കീറുക, മുമ്പൊക്കെ വലിച്ചു കീറിയിട്ട് ഒരു മാരുതി ഓംനിയിലാണ്, ഒരു നീല നിറമുള്ള മാരുതി വരുമ്പോൾ ഒരു യോഗ സ്ഥലത്തേക്കാണല്ലോ ഈ വരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്, മർദ്ദിക്കുന്നതൊക്കെ, ഇടിക്കുകയാണ്. ആളുകളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ലേ, നമുക്ക് അറിയാം ആരൊക്കെ ഇടിച്ചതെന്നുള്ളത്. അപ്പോൾ ആ ഇടിക്കുന്ന ഇതൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ട് കാര്യം പറയാം. എത്ര കളർഫുൾ ആവണ്ട കേട്ടോ, ഈ ഇപ്പൊ പറഞ്ഞ കളർഫുൾനെസ് മതി, ഇതുവരെ അല്ല. ആ നിലയ്ക്കുള്ള ഒരു ഗ്രൂപ്പ് സാഹചര്യമോ ഒന്നും തൽക്കാലം ഇല്ല. അന്നിപ്പം കെ മുരളീധരൻ ഇപ്പുറത്ത് നിൽക്കുന്നു, അപ്പുറത്ത് രാജ്മോഹൻ ഉണ്ണിത്താനിൻ്റെ ശരത്ചന്ദ്ര പ്രസാദും, അന്ന് 5ാം ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് PC ചാക്കോയുടെ നേതൃത്വത്തിൽ കുറച്ച് പേര് ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് മാത്രം ഒത്തൊരുമിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഇടി വീണത്. എന്തായാലും അതുപോലെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ കരുതാം.
ഒരു പൊതുപരിപാടിയിൽ കുറച്ചെങ്കിലും സൂക്ഷ്മതയൊക്കെ പുലർത്തിയിരുന്നെങ്കിൽ ഒഴിവാക്കാവുന്ന സംഭവങ്ങളാണ് പക്ഷേ എന്തായാലും കുറ്റ്യാടിയിൽ ഉണ്ടായത്. പുതുയുഗ യാത്രാ സ്വീകരണ വേദിയിലെ പിടിവലിയും ഉന്തും തള്ളും എല്ലാം സൈബർ ഇടത്തിൽ കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണും. അങ്ങനെയൊക്കെ വലിയൊരു ഡാമേജ് ഉണ്ടാക്കുമെന്നൊന്നും ഇപ്പോൾ കരുതാനാവില്ല. 100 സീറ്റോടെ ഭരണം നേടണമെന്ന വാശിയിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ പരിപാടിയിലാണ് ഇതുണ്ടായത് എന്നുള്ളതാണ് ആകെപ്പാടെ ഒരു പ്രശ്നം. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറയുന്നുണ്ട്. അത് രസകരമാണ്. പുതുയുഗ യാത്ര പ്രാകൃത യാത്രയായെന്ന് വരെയൊക്കെയാണ് ട്രോളുകളുള്ളത്. ഇങ്ങനെ ട്രോളുകൾക്ക് പാത്രമാകാതിരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ കുറച്ചുകൂടി ജാഗ്രതയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ നല്ലതാകുമെന്ന് ആണ് ഇപ്പോൾ തോന്നുന്നത്. പക്ഷേ സനീഷിൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഇത്തരം ട്രോളുകളും ബഹളങ്ങളും ഒക്കെ ആയിരിക്കും മുന്നോട്ട് നയിക്കുക, ആവേശം പകരുക എന്നുമാണ്. അങ്ങനെയും വേണമെങ്കിൽ വിലയിരുത്താം. തൽക്കാലം നമുക്കിവിടെ RDX അവസാനിപ്പിക്കാം.